വഖഫ് നിയമത്തിന്റെ മറവിൽ മുനമ്പത്തടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് ഭൂജിഹാദ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയമങ്ങൾ എന്ന ആവശ്യം വീണ്ടും ഉയർത്തുന്നത് അപകടമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ പറഞ്ഞു. ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ സംഘടിത ആക്രമണങ്ങൾ നടക്കുന്നതായി പറഞ്ഞ സുരേന്ദ്ര ജെയിൻ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിഷയത്തിൽ IAS ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച കേരള സർക്കാരിനെയും വിമർശിച്ചു. 2023 ജനുവരി മുതൽ ഛഠ് പൂജാ ദിനം വരെ നടന്ന അക്രമങ്ങളടക്കം ഹൈന്ദവ ആഘോഷങ്ങൾക്കും പൂജകൾക്കുമെതിരെ 300-ലധികം സംഘടിത ആക്രമണങ്ങൾ നടന്നതായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പറയുന്നത്. ദീപാവലി ആഘോഷങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഹിന്ദു സ്ത്രീകളും പെൺകുട്ടികളും ആക്രമണങ്ങൾക്കിരയാകുന്നതായി പറഞ്ഞ സുരേന്ദ്ര ജെയിൻ ഈ ആക്രമണങ്ങളെല്ലാം ജിഹാദി പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് കൂട്ടിച്ചേർത്തു. 300 से अधिक हमले हिंदुओं के त्योहारों पर, हिंदुओं की शोभा यात्राओं पर, हमारे मंदिरों पर, हमारे समाज पर या हमारी बहनों पर हुए हैं. हम सब घटनाओं की सूची नहीं बना सके, जिसको अंग्रेजी में टिप्स ऑफ आइसबर्ग कहते हैं. ये मैं दावे के साथ कह सकता हूं, जितनी घटनाएं हिंदू समाज को झेलनी पड़ रही हैं. വഖഫ് നിയമത്തിന്റെ മറവിൽ കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ അനധികൃത കയ്യേറ്റങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുനമ്പത്തടക്കം രാജ്യത്ത് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഭൂജിഹാദാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ വ്യക്തമാക്കി. Our reaction is very much clear. In the name of Waqf Board, land mafia is working. They are grabbing the land. दिल्ली के अंदर 123 प्रॉपर्टीज कोर्ट के माध्यम से हमने वक्फ से मुक्त कराई थी. ये लैंड जिहाद है. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിഷയത്തിൽ നടപടിയെടുത്ത സംസ്ഥാന സർക്കാർ ചില മുസ്ലിം ഉദ്യോഗസ്ഥർ നിയമാനുസൃതമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.